അലായിബ്നു ഹദ്റമി എന്ന് പറയുന്ന ആളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് മുതൽ അബൂബക്കർ സിദ്ദീഖ് എന്നുള്ള കാലഘട്ടത്തിൽ വന്നു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മൻകാന ലഹു ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നബിയുടെ അടുക്കൽ കടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നബിയുടെ ഭാഗത്ത് ആർക്കെങ്കിലും വല്ല വാഗ്ദാനങ്ങളും ഉണ്ടെങ്കിൽ, നബി എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞു, തരാൻ സാധിക്കുന്നതിന് മുമ്പ് വഫാത്തായി പോയി, അല്ലെങ്കിൽ ആരെങ്കിലും വല്ല കടങ്ങളും നബി കൊടുക്കാനുണ്ട് എങ്കിൽ അവര് നമ്മളുടെ അടുക്കൽ വരട്ടെ. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് നബി വാഗ്ദാനം ചെയ്തിരുന്നു, എനിക്ക് ഇപ്രകാരവും ഇപ്രകാരവും ഒക്കെ തരാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. കൈ ഇങ്ങനെ 3 വട്ടം മൂപ്പർ ഇങ്ങനെ വിരിച്ചു. അങ്ങനെ 3 വട്ടം തരാമെന്ന് നബി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പോൾ എനിക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വാരിയിട്ട് തന്നു, ഹൈസത്തിന് ഒരു വാരിയിട്ട് തരാൻ. അപ്പോൾ ഞാൻ അതിനെ എണ്ണി നോക്കി. അത് അന്നേരം 500 ദിർഹമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഇതിന്റെ ഇരട്ടി നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോ, അത് നിങ്ങൾക്കുള്ളതാണ്, റസൂലുള്ളാഹി തരാമെന്ന് പറഞ്ഞതും പിന്നെ കുറച്ച് എന്റെ വകയും എന്നും പറഞ്ഞ് എന്ത് ചെയ്തു, അതിന്റെ ഇരട്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നബി ചെയ്ത വാഗ്ദാനം നബിയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നിറവേറ്റി. എന്നതുപോലെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും വല്ല വാഗ്ദാനവും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അത് വീടി കൊടുക്കൽ മരിച്ചതിന് ശേഷം അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവർക്ക് ബാധ്യതയാണെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവും. അത് വാഗ്ദാനം ചെയ്തെങ്കിൽ അദ്ദേഹം മരിച്ചു പോയില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയരുത്. കാരണം വാഗ്ദാനം ചെയ്ത് ലംഘിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. എന്തൊരു കാര്യത്തിനും വാഗ്ദാനം ഉണ്ടായാൽ ആ വാഗ്ദാനം നടപ്പാക്കൽ ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആ വാഗ്ദാനം ആര് ചെയ്തിട്ടുണ്ടെങ്കിലും മരണപ്പെട്ടു പോയി അവർ വന്നിട്ട് എന്നോട് എന്നത് വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് പറയുകയും അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എഴുതി വെക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് അത് വീട്ടിൽ കൊടുക്കൽ അതിന്റെ അശ്രദ്ധരായ ആളുകൾക്ക് ബാധ്യതയാണ് എന്നർത്ഥം.